ഹായ്, ഞാൻ salu Koshy. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ടൂറാണ്. ഇത് വന്നിട്ട് എറണാകുളത്ത് കടവന്തരയിൽ താമസിക്കുന്ന ഉമ മാഡത്തിൻ്റെ ഗാർഡനാണ്. ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത വളരെ നീറ്റായിട്ട് നല്ല രീതിയിലാണ് ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാം, ഫോളിയേജ് പ്ലാന്റ്സ് കാണാം, ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാം. പക്ഷേ എല്ലാം നല്ല നീറ്റായിട്ട്, അതുപോലെ ഓരോ ചെടിച്ചട്ടിയും അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഒരു ഗാർഡൻ ടൂറാണ്. അത് വന്നിട്ട് കോഴിക്കോട് താമസമാക്കിയിരിക്കുന്ന രഹന നാഹ മാഡത്തിൻ്റേതാണ്. പാഴായി കളഞ്ഞ വസ്തുക്കൾ വെച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ ഒരു ചെടിയുടെ ശരിയായ പേര് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചെടി കഴിഞ്ഞ ഒരാഴ്ച നല്ല പോലെ പൂക്കൾ വന്ന് ഈ റോസ് കളറിലെ പൂക്കൾ കൊണ്ടങ്ങ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ഒരുപാട് പൂക്കൾ നഷ്ടപ്പെട്ടു. ഒരു പ്രത്യേകതയാണ്, ഇതിൻ്റെ ലീവ്സ് പോലും വേരിഗേറ്റഡാണ്. ഈ കാണുന്നതെല്ലാം വീടിൻ്റെ സൈഡിലോട്ട് ചേർന്ന ഒരു ഭാഗമാണ്. ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സുമുണ്ട്. ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്, മെലസ്റ്റോമ അല്ലെങ്കിൽ ദ പ്രിൻസസ് ഫ്ലവർ അല്ലെങ്കിൽ ഗ്ലോറി ബുഷ് എന്നറിയപ്പെടുന്നത്. നിറയെ പൂക്കൾ വന്ന് നിറയുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ ഒരു യെല്ലോ കളറിലെ പ്ലാന്റ് കാണാമായിരുന്നു. പക്ഷേ ഇപ്പം അധികം കാണാറേയില്ല ഈ ഒരു പ്ലാന്റ്. പക്ഷെ നല്ല പൊക്കവും വെക്കും, അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ക്രീപ്പിംഗ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് മുകളിലോട്ട് കയറ്റി വിടാനായിട്ട് ഉള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, സാറ്റിൻ പോത്തോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാത്തിയുടെയും അഗ്ലോണിമയുടെയും ഒക്കെ കളക്ഷൻസ് നമുക്ക് ഈ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ കാണാം. ഉമ മാഡത്തിന് ഫാമിലിയുടെ സപ്പോർട്ട് നല്ലതുപോലെയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഈ കാണുന്ന ഫോളിയേജ് പ്ലാന്റിൻ്റെ പേര് വന്നിട്ട് ഷെൽ ജിഞ്ചർ എന്നാണ്. ഇതിലെ ഓരോ ലീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ വേരിഗേഷൻസ് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വീട്ടിൽ എങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് അറേഞ്ച് ചെയ്തത് നോക്കാം. ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാം എൻജോയ് പോത്തോസ് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. കൂടുതലും ഇവിടെ വൈറ്റ് പോട്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്സ് കാണാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അംബ്രല്ല പ്ലാന്റ് കാണാം. ഈ അംബ്രല്ല പ്ലാന്റിൻ്റെ ഓരോ ലീവ്സ് എടുത്ത് നോക്കിയാലും 7 ലീവ്സാണ് വരുന്നത്. ആ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു വേരിഗേറ്റഡാണ്, ക്രീമും ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷനാണ് ആ ഒരു പ്ലാന്റിൽ. അപ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് കാണുന്നത് നമ്മളുടെ ക്യൂരിയോ റേഡിക്കൻസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ് നേരത്തെ കണ്ടത്. ഇത് വന്നിട്ട് കേർലി ഡെവിൾസ് ബാക്ക് ബോൺ എന്ന് പല പേരുകളുണ്ട്. അതിലൊരു പേരാണ് കേർലി ഡെവിൾസ് ബാക്ക് ബോൺ. ഇത് ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചുരുണ്ട മുടി പോലെ കേർലി ടൈപ്പാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് അഗ്ലോണിമയാണ്. ഒരൊറ്റ പോട്ടിലാണ് ഇത്രയും ബുഷിയായിട്ട് വളർന്നു വന്നത്. ആകെ 2 തൈയാണ് നട്ടത്. അതിൽ നിന്നാണ് ഇത്രയും ബുഷിയായിട്ട് ഈ അഗ്ലോണിമ വളർന്നു നിൽക്കുന്നത്. ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് നോക്കുവാണെങ്കിൽ. എന്ത് രസമല്ല, കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതും നമുക്ക് ഈ 2 പ്ലാന്റ്സും അഗ്ലോണിമയുടെ ആണെങ്കിലും ഫിലോഡെൻഡ്രോൺ ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ്.
ഇനി ഇവിടുത്തെ ഗാർഡൻ്റെ പ്രത്യേകത പറയാം. ഓരോ പോട്ട് എടുത്ത് നോക്കിയാലും ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ കമ്പി വളച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് ആ ഒരു പ്ലാന്റ് വളർന്ന് നിൽപ്പുണ്ട്. കമ്പി വളച്ച് തന്നെയാണ് ഈ കാണുന്ന കൊളാമ്പിയുടെ തന്നെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇത് വളച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതിൻ്റെ മേൽഭാഗം ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. എല്ലാ പോട്ട്സിലും ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്, എഴുജന്തുക്കളുടെ ശല്യങ്ങൾ ഒന്നുമില്ലാതിരിക്കാനായിട്ട്. ഇപ്പം ഈ ഒരു കമ്പി വളച്ചു കൊടുത്തിരിക്കുന്ന രീതി കണ്ടോ. താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 ചെറിയ പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ പൈപ്പുകൾ ഈ ഒരു ഹാഫ് വരെ, ഈ ഒരു പോട്ടിൻ്റെ മുകളിലോട്ട് ഹാഫ് വരെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ കമ്പി ഇറക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കാറ്റും മഴയും വന്നാലും ഇളകിപ്പോകത്തില്ല. നല്ല രീതിയിൽ അത് ബുഷിയായിട്ട് ആ ഒരു പോട്ടിൽ തന്നെ ക്രീപ്പിംഗ് പ്ലാന്റ്സ് നല്ലതായിട്ട് വളർന്നു വരും. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാലും അതിങ്ങനെ ചുറ്റും എല്ലാ ഭാഗത്തും കാണുന്ന രീതിയിലാണ്. ഇത് നമുക്കും വീടുകളിലൊക്കെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ കമ്പി വളച്ചത് നമുക്ക് തന്നെ ഉണ്ടാക്കിച്ചെടുക്കാവുന്നതാണ്. ഈ കാണുന്നത് 10 മണി ചെടികളാണ് വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു പോട്ടിൽ കിളികൾ കൂട് വെച്ചിരിക്കുകയാണ്. അതിൽ 2 കുഞ്ഞു കിളികളുണ്ട്, കണ്ണുപോലും തുറന്നിട്ടില്ല. നല്ലൊരു കാഴ്ചയാണ്. ഞാനിത് നോക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അമ്മക്കിളി പറന്നെത്തിയായിരുന്നു. അത്രയും സേഫായിട്ടുള്ള സ്ഥലത്താണ്, ആരുടെയും കണ്ണുവെക്കാത്ത ഒരു സ്ഥലത്താണ് കൊണ്ടുവന്ന് കിളിക്കൂട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേൺസ് കാണാം. നല്ല രീതിയിലാണ് ഫേൺസ് നിൽക്കുന്നത്. അധികം വെയിൽ തട്ടാത്ത ഭാഗത്താണ്, പ്രത്യേകിച്ച് ഒരു ഷെയ്ഡ് ഏരിയയിൽ വിൻഡോ സൈഡിൽ തന്നെ ആണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. പോത്തോസും കാണാം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ് ബ്ലീഡിങ് ഹാർട്ട് വൈൻ. വളരെ ഭംഗിയുള്ളതാണ്. ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് 2 കളേഴ്സിൻ്റെ പ്ലാന്റ്സാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഓർക്കുക, നല്ലപോലെ പൂക്കൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സൺലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് വെക്കുക. ഇവിടെ വെച്ചിരിക്കുന്ന ആർച്ച് ഷേപ്പിൽ കമ്പിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ വളർന്നു വരും. അതുപോലെ തന്നെ നല്ല വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം നമ്മൾ പോട്ടിലൊക്കെ ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ. നമ്മൾ ഈ പ്ലാന്റ് വളർത്തുന്ന സമയത്ത് കുറച്ച് കൊക്കോപീറ്റും കൂടെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മീഡിയം ആണെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നത് കാണാം. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് വൈറ്റ് പോട്ട്സിൽ കലേഡിയമാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഫോളിയേജ് കാണാനായിട്ട്. അതുപോലെ സെൻസവേരിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു കാണുന്ന പോർഷൻ വരുന്നത്. വളരെ നീറ്റായിട്ട് വോൾ ഹാങ്ങിങ്ങിന് ചെറിയ റിങ് കൊടുത്തിട്ട് അതിലാണ് പോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ഒക്സാലിസ് ട്രയാങ്കുലരീസ് എന്നുള്ളത്. ഇതിൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരുണ്ട്. അതുപോലെ ടേർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് നല്ല സെറാമിക് പോട്ട്സിലും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബിഗോണിയയുടെ കുറേയേറെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഈ വോളിൽ റിങ് കൊടുത്തിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം നല്ല ബുഷിയായിട്ടൊക്കെ ആ ഒരു പ്ലാന്റ് നിൽക്കുന്നതാണ്, നല്ല ഒരു ഭംഗിയാണ്. സെൻസവേരിയയുടെ തന്നെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം ഹാങ് ചെയ്യാനായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ വലിയ പ്ലാന്റ്സ് മതിലിനോട് ചേർന്ന്, വോളിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പോകുന്നവർക്ക് നല്ലൊരു വ്യൂ ആണ് വരുന്നത്. ഇവിടെ PVC പൈപ്പിൽ വരെ ചെടികൾ വെച്ചിട്ടുണ്ട്.
ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോട്ട്സ്, അത് വന്നിട്ട് ബൊഗെയിൻവില്ലയുടെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ഞങ്ങൾ MBAക്ക് ഒരുമിച്ച് പഠിച്ച ഒരു കൂട്ടുകാരിയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ വീട്ടിലേക്ക് കാണാൻ പോകുന്ന സമയത്താണ് ഈ ഒരു വീട് കണ്ടത്. അവരുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇതൊരു വളവിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കോർണറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ ചെടികൾ നല്ല വ്യക്തമായിട്ട് കാണാം. പ്രത്യേകിച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഈ വോളിനോടടുത്ത്, മതിലിനോടടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേ നിന്നുള്ളൊരു കാഴ്ച അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത്. എൻ്റെ ഫ്രണ്ടാണ് എന്നെ കൊണ്ടുപോയത്. ഉമ്മ മാഡം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ചെടികളെ പറ്റിയും വളരെ പാഷനേറ്റായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഏതാണ്, ഈ യെല്ലോ കളറിൽ കാണുന്ന പ്ലാന്റ് ഏതാണെന്നുള്ളത് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് കുറച്ച് പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെയായിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ആ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ റിങ് എല്ലാം ചെയ്യിപ്പിച്ചെടുത്തതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം ആ ഭിത്തിയോട് ചേർന്ന്, ആ വോളിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ്സ് എല്ലാം ചുറ്റും എല്ലാവർക്കും കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ബൊഗെയിൻവില്ലയൊക്കെ നല്ല പോലെ പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു. ഡ്രോപ്പ് വെറൈറ്റീസിലുള്ള എക്സോറ പ്ലാന്റ്സ്, തെച്ചി, അധികം പൊക്കം വെക്കാത്ത തെച്ചി പ്ലാന്റ്സ് ഉണ്ട്. പൂക്കൾ വരുമ്പം ഇത് മൊത്തത്തിൽ ഇലകൾ കാണാത്ത രീതിയിൽ നല്ല പോലെ കവർ ചെയ്താണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡുകളൊക്കെ നമുക്ക് ഇപ്പം രാവിലെ വന്നു കഴിഞ്ഞാലും മുറ്റം അടിക്കുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് ആ സ്റ്റാൻഡ് നീക്കി വെച്ചതിന് ശേഷം അവിടെയൊക്കെ നമുക്ക് പൊടികളും എല്ലാം മാറ്റിയെടുക്കാം. അതുപോലെ നാടൻ പെറ്റൂണിയാണ്. ഇതിൻ്റെ 2 കളേഴ്സ് ഇവിടെയുണ്ട്, മജന്തയും വൈറ്റ് കളറും. ഇത് ഡ്രസീനിയ ഗോൾഡൻ മിൽക്കി പ്ലാന്റ് ആണ്. അത് നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റാൻഡെല്ലാം മാഡം ചെയ്യിപ്പിച്ചെടുത്തതാണ്. വളരെ മനോഹരമായിട്ട് വൈറ്റ് പോട്ടിൽ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച വുഡൻ സ്റ്റാൻഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ടേർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. ടേർട്ടിൽ വൈനൊക്കെ ശരിക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പെറ്റൂണിയ, നാടൻ പെറ്റൂണിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മാം പറഞ്ഞത് ഒന്ന് കട്ട് ചെയ്ത് ഒന്നും കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനുണ്ട്. മുകളിൽ വോളിൽ നോക്കിക്കഴിഞ്ഞാലും കുറേ ഏറെ മെറ്റലിൻ്റെ വോൾ ഹാങ്ങിങ്സ് വെച്ചിട്ടുണ്ട്. അതിലാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസിലുള്ള വോൾ ഹാങ്ങിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ പെബിൾസ് ഇട്ടിട്ടുണ്ട്. നല്ല ഉരുളൻ കല്ലുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഗാർഡനെ കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കുന്നത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് ക്രിപ്താന്തസ് എന്നാണ്. എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആണ്. അതുപോലെ ഈ കാണുന്നത് ഫിലോഡെൻഡ്രോണിൻ്റെ ഗോൾഡൻ കളറിലുള്ളൊരു പ്ലാന്റ് ആണ്. അതുപോലെ ഇതെല്ലാം അദീനിയം ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിറയെ പൂക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പൂക്കൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഇതെല്ലാം കെയർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തെല്ലാം തന്നെ സാഫ് വെച്ചിട്ട് അത് കണ്ടോ, ആ ഒരു ഭാഗത്ത് സാഫ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോളിയസ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണാം. ഇതൊക്കെ
നമ്മൾ ക്യാമറയിലൂടെ കാണുമ്പം എത്രത്തോളം ഭംഗി വരുമെന്ന് അറിയില്ല. എന്നാലും നല്ല കളർഫുള്ളായിട്ടുള്ള കോളിയസ് പ്ലാന്റ്സ് ആണ്. പർപ്പിൾ ഹാർട്ട് പ്ലാന്റ്, അതുപോലെ സിങ്കോണിയം പ്ലാന്റ്. സിങ്കോണിയം ഒരു കുറച്ച് വേരിഗേഷൻസ് ഉള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ അഗ്ലോണിമ കാണാം, ജെറബ്ര പ്ലാന്റ്സ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സ്പൈക്കോട് കൂടി സ്പൈഡർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ടെക്കോമ കാപ്പൻസിസ് എന്ന് പറഞ്ഞിട്ട്. ടെക്കോമ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് പൂക്കളുണ്ടാവും, പല കളേഴ്സിലുള്ളത് ഇപ്പം നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ നേരത്തെ ഒരു കണ്ട പ്ലാന്റാണ്. ഞാൻ ചോദിച്ചായിരുന്നു ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 365 ഡേയ്സും ഇതിൻ്റെ അകത്ത് നിറയെ പൂക്കളാണ്. മഴക്കാലമാണെങ്കിൽ പോലും നല്ല പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. എത്ര നീറ്റായിട്ടാണ് ഈ ഒരു ഗാർഡൻ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കാം. മെലസ്റ്റോമ പ്ലാന്റും ഇതുപോലെ തന്നെയാണ്. 365 ഡേയ്സും നിറയെ പൂക്കൾ തരുന്നതാണ്. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ പല കളേഴ്സുണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ലാവൻഡർ കളറുണ്ട്. എനിക്കെന്നാലും ഏറ്റവും ഇഷ്ടം ഈ ഒരു കളറ് തന്നെയാണ്. എത്ര ദൂരെ നിന്ന് നോക്കിയാലും നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റ് കണ്ട പെട്ടെന്ന് നമ്മുടെ കണ്ണ് ഇവിടെ സ്ട്രൈക്ക് ചെയ്യും. ഇനി നമുക്ക് വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡിൽ കണ്ടു നോക്കാം. നേരത്തെ കണ്ട ഒരു പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പെയിലായിട്ടുള്ള ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. അതിൽ വേരിഗേറ്റഡ് ആയിട്ട് വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അതിൽ റോസ് കളർ, മജന്ത കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഞാൻ അധികം ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടില്ല. ഇത് ശരിക്കും ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് വരുന്നത് US-ലാണ്. ലാൻഡാന തന്നെ 2-3 വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഉരുളൻ കല്ലുകൾ, നല്ല പെബിൾസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നല്ല വെയിലുള്ള സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് പോലും ലാൻഡാനയൊക്കെ ഒന്ന് കുറച്ച് വാടി നിൽക്കുകയാണ്. ഇനി വൈകുന്നേരത്തെയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെല്ലാം ഒന്ന് ജീവൻ വെച്ച് വരത്തുള്ളൂ. ഈ വോളിൽ, ഭിത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിലാണ് റിങ് വെച്ചിരിക്കുന്നത്, അതിലാണ് പോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭംഗിയാണ് ആ ഒരു V ഷേപ്പിൽ ആ റിങ് പോകുന്നത് കാണാനായിട്ട്. അതിനൊരു സപ്പോർട്ട് കൊടുക്കാനും കൂടിയാണ്. ഇവിടെ ഉരുളൻ കല്ലുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതൊരു വൈറ്റ് കളറും കൂടി ആയത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളുടെ ഗാർഡനിലും ഇതുപോലെ ചെറിയ പെബിൾസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗിയുണ്ടാകും. ഇത് നമ്മുടെ കനകാംബര പൂവാണ്. പഴയ കാലത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കനകാംബര പൂവാണ്. ഈ ഒരു പ്ലാന്റിലും നല്ല രീതിയിലുള്ള ഒരു ഫ്ലവർ ഉണ്ടാവാറുണ്ട്. ഈ കാണുന്നത് ടെക്കോമ പ്ലാന്റ് ആണ്. യെല്ലോ കളറിലെ ഫ്ലവേഴ്സാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഓറഞ്ച് കളറിലുള്ളതാണ്. ഇവിടെയും ഒരുപാട് ബൊഗിൻവില്ലാസ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ആസ്പെരാഗസ്. ഇത് ലില്ലി ടർഫ് ആണ്. ഇത് ശരിക്കും പൊക്കം വെക്കത്തില്ല, ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇത് സിൽവർ ലേസ് ഫേൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഉമ്മ മാഡത്തിൻ്റെ വീട്ടിലെ പ്ലാന്റ് അല്ല, വോളിനോട് ചേർന്ന് തന്നെ അടുത്ത വീട്ടിൽ കണ്ട ഒരു പ്ലാന്റ് ആണ്. ഇത് വളരെ റെയർ ആയിട്ടുള്ള ആർട്ടിക് സ്നോ ജാസ്മിൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് നിറയെ പൂക്കളുണ്ട്. നല്ല ഭംഗിയാണ് ആ പൂക്കളെല്ലാം കാണാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോഴത്തേക്കൊന്ന് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അപ്പം ഉമ്മ മാഡത്തിൻ്റെ വീട്ടിനോടാണ് ചേർന്നാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്.
അദീനിയം പ്ലാന്റിലെ സീഡാണ് ഈ കാണുന്ന രണ്ടെണ്ണം. കാണാത്തവരുണ്ടെങ്കിൽ ബിഗിനേഴ്സായിട്ടൊക്കെ ഉള്ളവർക്ക് കാണാം. ഇത് പൊട്ടുമ്പോഴാണ് അതിൻ്റെ അകത്തു നിന്ന് സീഡ് ഉണ്ടാവുന്നത്. ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പ്രോയിപ്പീസ് പ്ലാന്റ് എന്നാണ് ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര്. ഇതും ഒരു തരം ഫേണാണ്. ഏറെക്കാലം നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. സിങ്കോണിയവും അതുപോലെ തന്നെ ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫേണാണിത്. നല്ല കട്ടിയുള്ള ലീവ്സാണ്. ഇത് യെല്ലോ കളറിലെ ടെക്കോമയാണ്. ഇത് വെച്ചിരിക്കുന്നത് വോളിൽ റിങ് കൊടുത്തിട്ട് അതിൽ പോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പ്ലാന്റ് രാവിലെ ഒരു 11 മണി വരെ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. അത് കഴിയുമ്പോൾ വാടി നിൽക്കും. പക്ഷെ ആ ഉണ്ടായിരിക്കുന്ന സമയത്ത് നീല കളറിൽ, ബ്ലൂ കളറിൽ നിറയെ ഫ്ലവേഴ്സ് വരും. ഇത് ഒരു തരം ഫേണാണ്. ഇതെല്ലാം ടെറാക്കോട്ട പോട്ട്സിലാണ് വെച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ടെറസിൽ വോളിനോട് അടുത്ത് തന്നെ കുറേയേറെ ബൊഗൈൻ വില്ലാസ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല പോലെ പൂക്കളുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാൻഡ് ഇതിൽ കൂടുതലും പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് 10 മണി ചെടികളാണ്. അപ്പം നമുക്ക് മൂവബിളാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. നല്ല വെയിലുള്ള ഭാഗത്ത് നമുക്ക് രാവിലെ കൊണ്ടുവെക്കാം. അതുപോലെ നല്ല മഴയുള്ള ഒരു സമയമാണെങ്കിൽ ഈ സ്റ്റാൻഡ് നമുക്ക് അകത്തേക്ക് എടുത്തു വെക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് വെക്കാം. ഇതിൽ കുറച്ച് ഹാങ്ങിങ് ആയിട്ടും പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇത് വീടിൻ്റെ ഉൾഭാഗത്താണ്. ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് 10 കൊല്ലത്തിന് മേളിലായി. ഇത് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് സൺലൈറ്റ് ഈ വിൻഡോയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിലേക്ക് പോകുന്ന വഴിക്ക് CC പ്ലാന്റ്സും അഗ്ലോണിമയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. മാസത്തിൽ 2 തവണ മാത്രമേ വീടിൻ്റെ പുറത്തോട്ട് വെക്കുന്നുള്ളൂ. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്സ് എല്ലാം. മാമിന് വീടിൻ്റെ ഉൾഭാഗത്ത് ചെടികൾ വെക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെയും ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഗ്ലാസ് ടോപ്പ് ഇട്ടതിന് ശേഷം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കണ്ട ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു വെയ്സാണ്. ഇവിടെയും വുഡൻ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് ഹാങ്ങിങ് ആയിട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എൻജോയ് പോത്തോസാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോയിൽ കൂടെ കാണുമ്പം നേരത്തെ നമ്മൾ കണ്ട മജന്ത കളറിലെ പൂക്കൾ ഉള്ള ഒരു പ്ലാന്റ് കാണാം. ആൻറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബേർഡ്സ് വരാറുണ്ട് ഇവിടെ. പലതരത്തിലുള്ള ബേർഡ്സും ബട്ടർഫ്ലൈസും ഒക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ സെൻസവേരിയയുടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലീവ്സ് വന്നിട്ടും യെല്ലോയും ഗ്രീനും ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പോട്ടും യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ സ്റ്റാൻഡുകളാണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഇതിപ്പം പഴയ കുക്കർ പൊട്ടിപ്പോയപ്പോഴത്തേക്ക് അതിൽ ലില്ലി വളർത്തുകയാണ്.
ഇതിലൊക്കെ വൈറ്റ് കളറിലെ ഒരുപാട് പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു. ഇപ്പം എല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഒരു സ്പൈക്കിൽ തന്നെ ഒരുപാട് കാണാൻ സാധിക്കും ഫ്ലവേഴ്സ്. ഇത് കുറച്ച് ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ആ റെഡ് കളർ എപ്പോഴും അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതിനൊക്കെ ഒരുപാട് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇല കരിയാൻ തുടങ്ങും. ഇതും ഒരു വേരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. എനിക്കിത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനും ആ ഒരു വൈറ്റ് കളറിലെ ഔട്ട്ലൈനും ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇതും അത്രയും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു പ്ലാന്റ്. അരേലിയയുടെ പ്ലാന്റ് ഉണ്ട്. സ്റ്റാൻഡ് കണ്ടോ, ഇതിലെല്ലാം സ്റ്റാൻഡ് വെച്ചിട്ട്, ഈ സ്റ്റാൻഡൊക്കെ ആൻറ്റി ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഈ കാണുന്നതൊക്കെ. ബ്രസീലിയൻ റെഡ് ക്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റാണ്. ഇതും വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് റെഡിൻ്റെ അകത്ത് ഓറഞ്ച് കളറിലെ പൂക്കളാണ് വരുന്നത്. ഇതും ഇങ്ങനെ ഒരുപാട് നിപ്പുണ്ട്, ഒരു ബുഷിയായിട്ട് ആ ഒരു പ്ലാന്റ്. പക്ഷേ നേരിട്ട് കാണുമ്പം ഇതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ ഒരു ഗാർഡൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്, ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്. പ്ലാന്റ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.